ഒരു വർഷം 2 ലക്ഷത്തിലധികം തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് BJP ഗവൺമെൻറ് വന്നത്. 2 കോടി തെറ്റിപ്പോയി, ശരിയാണ്. അതുപോലെ തന്നെ CPO റാങ്ക് ലിസ്റ്റിലുള്ള പാവപ്പെട്ട യുവാക്കൾ ഇന്നും സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരത്തിലാണ്. CPM-ന് എന്താണ് ഈ 2 കാര്യത്തിലും യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുന്ന കാര്യത്തിൽ മറുപടി പറയാനുള്ളത്? ശരി, കഴിഞ്ഞ ജൂലൈ മാസം വരെയുള്ള 6 മാസത്തെ കാലത്ത് കണക്കെടുത്താൽ 15,146 നിയമനങ്ങൾ കേരളത്തിലെ PSC വഴി നടത്തി. ഇവിടെ BJP ഭരിക്കുന്ന ഗുജറാത്ത് 1120 നിയമനങ്ങളെ നടന്നിട്ടുള്ളൂ. ഉത്തർപ്രദേശ് 2800. ഞാൻ പറഞ്ഞത് അല്ല, പറയാം. PSCയുടെ വെബ്സൈറ്റ് ഉണ്ട്, PSCയുടെ വെബ്സൈറ്റ് ഉണ്ട്. ഇവിടെ ആന്ധ്ര 170 നിയമനം, ആസാം 167. CPO നിയമനവുമായി ബന്ധപ്പെട്ട് CPO നിയമനം തന്നെ ഇവിടെ കേരളത്തിൽ അല്ല, പറയട്ടെ. പോലീസ് അല്ല, എല്ലാ ഫോഴ്സിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 1 വർഷമാണ്. നിലവിൽ നിയമിച്ചിട്ടുള്ളത് 3648 പുരുഷ പോലീസുകാർ, 614 വനിതാ പോലീസുകാർ, 439 SC/ST വിഭാഗത്തിൽ നിന്നുള്ള പോലീസുകാർ. അങ്ങനെ 5000-ലധികം വരുന്ന നിയമനങ്ങൾ ഇതുവരെ നടന്നു. 319 ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു. 319 പേർക്ക് ഇനിയും അഡ്വൈസ് മെമ്മോ അയക്കുന്നു. അങ്ങനെ ഈ റാങ്ക് ലിസ്റ്റ് തീരുന്നതിന് മുമ്പ് 5000-ലധികം വരുന്ന നിയമനങ്ങൾ CPO റാങ്ക് ലിസ്റ്റ് നടത്തി. നിങ്ങൾ കണക്ക് പരിശോധിക്കും, കണക്കിനോട് ഞാൻ പറയാം. ഈ യൂത്ത് കോൺഗ്രസ്സുകാർ ചോദിക്കേണ്ട ഒരു ചോദ്യം, 2 കോടി തൊഴിലവസരങ്ങൾ എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ഗവൺമെന്റ് ഇപ്പോൾ 10 വർഷമായി. 2 കോടി പോയിട്ട് റെയിൽവേയിൽ ഇപ്പോൾ 10 ലക്ഷത്തോളം നിയമനങ്ങൾ മാത്രമേ ഉള്ളൂ. 13.5 ലക്ഷം ആളുകൾ ജോലിയെടുത്തിരുന്ന ഇന്ത്യൻ റെയിൽവേയിൽ 10 ലക്ഷത്തോളം തൊഴിലാളികൾ മാത്രമേ ഉള്ളൂ. 3.5 ലക്ഷം ഒഴിഞ്ഞു കിടക്കാണ്. BSNL ഇവിടെ നിങ്ങൾ തൊട്ടപ്പുറത്ത് ഇവിടെ നടന്നു പോയാൽ BSNL കാണാം. BSNL ഓഫീസ് അടച്ചുപൂട്ടിയിട്ടിരിക്കുകയാണ് ഈ ആലപ്പുഴയിൽ. അങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പറയട്ടെ, പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം സ്വകാര്യവൽക്കരിക്കുകയും രാജ്യത്ത് തൊഴിൽ ചോദിച്ചു രാജ്യത്ത് തൊഴിൽ നൽകാതിരിക്കുകയും ചെയ്യുമ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് എവിടെയെങ്കിലും കോൺഗ്രസ്സുകാർ ഒരു സമരം ചെയ്യുന്നുണ്ടോ? സമരം ചെയ്യുന്ന DYFI-ക്കാരാ. അതാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ എവിടെ ചെയ്യുന്നത് പറ. BJP-യോടുള്ള ചോദ്യത്തിന് ഉത്തരം ചോദിച്ചാൽ മറുപടി പറയാം. ചോദിക്ക്, നിങ്ങൾ തർക്കിക്കാതെ ചോദ്യം ചോദിക്കുക.